ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊത്ത് ചപ്പാത്തിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4-5 ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഒണിയൻ വേണം. മീഡിയം സൈസിലായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ നമുക്ക് 1 മതി. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലീസ്, പച്ചമുളക് ഒരു 3 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക് ഒരു 3 എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില. പിന്നെ നമ്മളിവിടെ 3 എഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒരു 1/2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് ചെറു പീസസ് ആക്കി എടുക്കണം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ജിഞ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി എല്ലാം നല്ലോണം റൗണ്ടായിട്ട് കട്ട് ചെയ്ത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 എഗ്സ് എടുത്തു വെച്ചിരുന്ന 3 എഗ്സ് ആഡ് ചെയ്യണം. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ചപ്പാത്തിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും മസാലയും എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ എഗ്ഗ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പീസസും ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല റിച്ച് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.